കേരള പാരാമെഡിക്കൽ ടെക്നീഷ്യൻസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് സമാപിച്ചു. ലാബ് ടെക്നീഷ്യന്മാരുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ പേരിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിച്ച് ദീർഘകാലമായി സ്വകാര്യ മെഡിക്കൽ ലബോറട്ടറികളിൽ ജോലി ചെയ്തു വരുന്ന ടെക്നീഷ്യന്മാരുടെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കേരള പാരാമെഡിക്കൽ ടെക്നീഷ്യൻസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാസർഗോഡ് സ്വർണ്ണഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KPMTU സംസ്ഥാന പ്രസിഡന്റ് NT ലതിക അധ്യക്ഷയായി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ഗിരീഷും ലേബർ ക്ഷേമനിധി വിഷയത്തെ ആസ്പദമാക്കി വെൽഫെയർ ഓഫീസർ K സവിതയും ക്ലാസ് എടുത്തു. KPMTU സംസ്ഥാന കോർഡിനേറ്റർ മനോജ് ചാലപ്പുറം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ TJ ജോസഫ്, K സുരേന്ദ്രൻ, BK പ്രമോദ് കുമാർ, K സുധ, M സുകുമാരി, അജയ ഘോഷ്, NP ഷിജി, K അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. TC നിഷാദ് സ്വാഗതവും M അബുയാസർ നന്ദിയും പറഞ്ഞു. യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രസിഡന്റായി M സുപ്രഭയെയും ജനറൽ സെക്രട്ടറിയായി BS മുഹമ്മദ് അസ്ലമിനെയും ട്രഷററായി S വിവേകാനന്ദിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.